മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് 4 സ്ത്രീകൾ അബോധാവസ്ഥയിലായി. ന്യൂദില്ലി റെയിൽവേ സ്റ്റേഷനിലാണ് തീർത്ഥാടകർ തിക്കിലും തിരക്കിലും പെട്ടത്. അപകടത്തിൽ 15ഓളം പേർക്ക് പരുക്കേറ്റു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. റഷീദ്, നിയന്ത്രണാതീതമായിരുന്നു അല്ലേ ഈ തിരക്ക്? നോക്കൂ, 4 സ്ത്രീകൾ അബോധാവസ്ഥയിലായിട്ടുണ്ട്, 15ഓളം പേർക്ക് പരുക്കുണ്ട്. വിവരങ്ങൾ എങ്ങനെ? വർഷ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ന്യൂഡൽഹിയിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ, പ്രത്യേകിച്ചും നിസാമുദ്ദീൻ, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനുകളൊക്കെ തന്നെയും ഈ കുംഭമേളയ്ക്ക് എത്തുന്ന തീർത്ഥാടകരുടെ വലിയ തിരക്ക് തന്നെയാണ് കാണാൻ സാധിച്ചിരുന്നത്. വിവിധ ട്രെയിനുകളൊക്കെ തന്നെയും ഇതിനുവേണ്ടി സജ്ജീകരിച്ചിരുന്നെങ്കിൽ പോലും ഈ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് വലിയ രീതിയിൽ തീർത്ഥാടകർ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാത്രി 9:15 അതോടൊപ്പം 10:30 ഒരു പ്രത്യേക 2 ട്രെയിനുകൾ പ്രയാഗ്രാജിലേക്കുണ്ട്. ഈ ട്രെയിനുകളിൽ കയറാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഭക്തർ ഇരച്ചു കയറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ 14, 15 പ്ലാറ്റ്ഫോമുകളിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ജനറൽ ടിക്കറ്റും അതോടൊപ്പം മറ്റു AC, സ്ലീപ്പർ ടിക്കറ്റിൽ അടക്കമുള്ളവർക്കും യാത്ര ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ടിക്കറ്റ് കൺഫേം ആയിട്ടുള്ള യാത്രക്കാർക്ക് പോലും ഈ യാത്രയിൽ പോകാൻ കഴിഞ്ഞില്ല എന്ന കാര്യവും ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിയന്ത്രിതാനിതമായിട്ടുള്ള ഒരു ജനത്തിരക്ക്, ഒരു ഭക്തരുടെ തിരക്ക് തന്നെയാണ് ദിവസങ്ങളോളമായി ദില്ലിയിലെ പ്രധാനപ്പെട്ട 2 സ്റ്റേഷനുകളിലും അനുഭവപ്പെടുന്നത്. ഇത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ വലിയ വീഴ്ചയാണ് എന്ന് വ്യക്തമാണ്. കാരണം നിരവധി പേരാണ് ഈ കുംഭമേളക്ക് പങ്കെടുക്കാനായി നിരവധി ഭക്തരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്നടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ദില്ലിയിലെത്തി പ്രയാഗ്രാജിലേക്ക് പോകുന്നതും മടങ്ങി വരുന്നതും ഒക്കെ തന്നെ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ 14, 15 പ്ലാറ്റ്ഫോമുകളിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽ ആദ്യഘട്ടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു എന്നതാണ് നമുക്ക് ലഭ്യമായിരുന്ന വിവരം. പിന്നീട് ഇപ്പോൾ 15 പേർക്ക് പരിക്കേറ്റു എന്ന വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. എന്തായാലും പരിക്കേറ്റവരുടെയൊക്കെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഇവരെയൊക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ? അവിടെ വെച്ച് തന്നെ പ്രാഥമിക ചികിത്സയൊക്കെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രധാനമായും 4 സ്ത്രീകൾ ഇപ്പോൾ അബോധാവസ്ഥയിലാണ് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ദില്ലി പോലീസിന്റെയും അതോടൊപ്പം റെയിൽവേ പോലീസിന്റെയും നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തതിനാൽ ഈ അപകടത്തിൽ പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് ആശുപത്രികളിലേക്ക് എത്തിക്കുന്നതിനും ഒരു പരിമിതി പോലീസും അതോടൊപ്പം ഫയർഫോഴ്സും നേരിടുന്നുണ്ട്. എന്തായാലും പോലീസിന്റെയും സൈന്യത്തിന്റെയും അതോടൊപ്പം ഫയർഫോഴ്സിന്റെയും വലിയ സംഘം തന്നെ ഇപ്പോൾ ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ തമ്പടിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെയും തുടരുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ 15ഓളം പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്ന ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പരിക്കേറ്റവരുടെ എണ്ണം ഇനിയും വർദ്ധിച്ചേക്കാം എന്നൊരു വിവരം കൂടി, നമുക്കൊരു സൂചന കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ 4 സ്ത്രീകളാണ് ഇപ്പോൾ അബോധാവസ്ഥയിൽ പെട്ടിട്ടുള്ള. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതേസമയം ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നോർത്ത് റെയിൽവേ വ്യക്തമാക്കുന്നത്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നതും അതോടൊപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്നതും വലിയ ഒരു ഭക്തരുടെ വലിയ തിരക്കാണ് ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ സാധിച്ചത്. അതോടൊപ്പം ഈ പ്രയാഗ്രാജിലേക്ക് മാത്രമല്ല, നമുക്കറിയാം ദില്ലി എന്ന് പറയുന്നത് ഒരു വലിയ കേന്ദ്രമാണ്, വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൽ നിരവധി മേഖലകളിലേക്ക്, നിരവധി സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ യാത്ര ചെയ്യുന്ന ആളുകൾ എത്തിപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. ഈ പ്രയാഗ്രാജിലേക്കല്ലാത്ത മറ്റു യാത്രക്കാർക്കും വലിയ രീതിയിലുള്ള ഒരു യാത്രാ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ഇപ്പോൾ. വർഷ. ശരി, റഷീദാണ് വിവരങ്ങൾ നൽകിയത്. തിക്കിലും തിരക്കിലും പെട്ടാണ് അപകടമുണ്ടായത്. 4 സ്ത്രീകൾ അബോധാവസ്ഥയിലാണ്, 15ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വിവരങ്ങളാണ് റഷീദ് നൽകിയത്.